ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് 3 നവരാത്രി സ്പെഷ്യൽ റെസിപ്പീസാണ്. വെൺപൊങ്കൽ, സ്വീറ്റ് പുട്ട്, ചനാസുണ്ടൽ. ആദ്യം വെൺപൊങ്കൽ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് ചെറുപയർ പരിപ്പും നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് നെയ്യിൽ ചെറുതായി വറുത്തെടുത്തതിന് ശേഷം വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് ആദ്യം ചെറുപയർ പരിപ്പിട്ട് വറുത്തെടുക്കാം. ഇതിന് ചെറിയ തീയിൽ കുറച്ച് സമയം ഇളക്കി വറുത്തെടുക്കാം. ഈ പരിപ്പിന്റെ നല്ല വറുത്ത മണം വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച പച്ചരി ചേർക്കാം. ഈ പരിപ്പ് അധികം ബ്രൗൺ ഒന്നും ആവണ്ട, കുറച്ച് നല്ല വറുത്ത മണം വരും. അന്നേരം ഇതിലേക്ക് അരി ചേർക്കാം. ഇതിന് കുറച്ച് സമയം തീ കുറച്ച് ഇളക്കി വറുത്തെടുക്കാം. ഇപ്പം ഈ അരി കഴുകിയതിന്റെ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇടാം. വറുത്തെടുത്ത പച്ചരിയും പരിപ്പും വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ എടുത്ത പച്ചരി പൊന്നിപ്പച്ചരിയാണ്. പൊന്നിപ്പച്ചരിയിൽ ചെയ്താലായിരിക്കും ശരിക്കും ഇതിന്റെ ഒരു ടെക്സ്ചർ കിട്ടല്. പറ്റുമെങ്കിൽ പൊന്നിപ്പച്ചരി തന്നെ ചെയ്യാം. പൊന്നിപ്പച്ചരി ഇല്ലെങ്കിൽ സാദാ പച്ചരി എടുക്കാം. ഇതിന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഇതിന്റെ 3 ഇരട്ടി വെള്ളവും പാലും കൂടെ ചേർക്കണം. ഞാനിപ്പം 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് ചെറുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ 3/4 കപ്പ്. അപ്പോൾ 2.25 കപ്പ് പാലും വെള്ളം കൂടെ ചേർക്കണം. ഞാനിപ്പോ 2.5 കപ്പ് എടുക്കുന്നുണ്ട്. അതിൽ 1/2 കപ്പ് പാലും 2 കപ്പ് വെള്ളവുമാണ് എടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് പാലൊഴിക്കാം. ഇനി 2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി തീ കത്തിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് 1-2 വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പം തുറക്കാം. ഓരോരോ കുക്കറിന്റെ വേവ് വ്യത്യാസമാണ്. നിങ്ങളെ കുക്കറിന്റെ വേവിനനുസരിച്ച് എത്ര വിസിൽ വേണ്ടത് തീരുമാനിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഒരു വിസിൽ വന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ആവിയെല്ലാം പോയി അരിയും പരിപ്പും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിന് കുറച്ച് അധികം നെയ്യ് ഉണ്ടായാലേ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അത് വേണ്ടാത്തവര് കുറച്ച് ചെയ്യാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇത് ഏകദേശം 1 ടീസ്പൂൺ ഉണ്ട്. ഇഞ്ചി വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് 2 പിളർന്ന് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് ഇളക്കി താളിച്ചെടുക്കാം. ഇതെല്ലാം പാകത്തിന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ചെടുത്ത പൊങ്കലിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇതിങ്ങനെ കുഴഞ്ഞ പാകത്തിനാണ് ഉണ്ടാവേണ്ടത്. ഇതിനേക്കാളും കുറച്ചും കൂടെ അധികം കുഴഞ്ഞാലും കുഴപ്പമില്ല. നല്ല അടിപൊളി മണാണ്. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റില് വെൺപൊങ്കൽ റെഡിയാണ്. ഒരു ബൗളിലേക്ക് ഇടാം. ബൗളിൽ നിറച്ചുവിട്ടിട്ടുണ്ട്. അമർത്തി കൊടുക്കാം. ഇതിന് ഒരു പ്ലേറ്റിലേക്ക് അമർത്താം. ചനാസുണ്ടൽ. അതിന് ഞാനിവിടെ 1 കപ്പ് വെള്ളക്കടല 8 മണിക്കൂർ വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് ഒരു കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് ഈ കടല നല്ലോണം മുങ്ങിക്കിടക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച്
വേവിച്ചിട്ട് 3-4 വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പോൾ തുറക്കാം. കടല ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് ഉപ്പിട്ട് വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒരു വട്ടം കൂടെ വെച്ച് വേവിച്ചെടുക്കാം. ഇതായിപ്പം നല്ല വെന്ത് ഒടിയുന്നുണ്ട്. ഈ പാകത്തിന് വേവിക്കാം. ഇനി ഇതിലെ വെള്ളം മാറ്റി കടല മാത്രം എടുക്കാം. ഈ വെള്ളം കളയണ്ട, വേറെ കടലക്കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. ഞാനിപ്പം ഈ വെള്ളത്തിന്റെ കൂടെ ഇതിൽ നിന്ന് കുറച്ച് കടലയും കൂടെ മാറ്റി വെച്ച് ചന മസാല ഉണ്ടാക്കാൻ എടുക്കും. അതുപോലെ എന്തെങ്കിലും ചെയ്യാം. ഇനി ഒരു ചട്ടിയോ ചീഞ്ചട്ടിയോ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ച് ചേർക്കാം. 1 നുള്ള് കായപ്പൊടിയും കൂടി ചേർക്കാം. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർക്കാം. എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കടല പൊങ്ങിച്ചത് ചന സുണ്ടൽ റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിന് ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. സ്വീറ്റ് പുട്ട്. ഇത് 250 ml ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചരി നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളം ഊറ്റിയെടുത്തതാണ്. ഇത് അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ച് ആ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇളക്കി ഫ്രൈ ചെയ്യാം. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുന്നവരെ ഇളക്കി ഫ്രൈ ചെയ്യാം. അരി ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അരി വറുത്തത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അരി വറുത്തത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് കുറേശ്ശെ പൊടിച്ചെടുക്കാം. ഇത് ചൂടാറി ഉടനെ തന്നെ പൊടിക്കണം. നല്ലോണം ചൂടാറാൻ നിൽക്കണ്ട. അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഏകദേശം പുട്ടിന് പൊടിക്കുന്നതെല്ലാം പാകത്തിന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് കുറേശ്ശെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് പുട്ടിനൊക്കെ കുഴക്കുന്ന ഭാഗത്തിന് കുഴച്ചെടുക്കാം. ചൂടില്ലോണ്ട് ആദ്യം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ചൂട് കുറഞ്ഞിട്ട് കുഴച്ചാലും കുഴപ്പമില്ല. നല്ലോണം ചൂട് കുറഞ്ഞിട്ട് കുഴക്കാൻ പാടില്ല. അത്യാവശ്യം നല്ല ചൂടുണ്ടാവണം കുഴക്കുന്ന വെള്ളത്തിന്. പുട്ടിനൊക്കെ കുഴക്കുന്ന ഭാഗത്തിന് കുഴച്ചെടുക്കാം. ചൂട് കുറഞ്ഞാൽ കൈകൊണ്ട് കുഴക്കാം. ഇത് കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഉണ്ടാവണം. ഇതാണ് വെള്ളം ഒഴിക്കുന്ന പാകം. അടുപ്പത്ത് ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് വെള്ളം തിളച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ച് നേരത്തെ കുഴച്ച് വെച്ച അരിപ്പൊടി ഒരു പ്ലേറ്റിലേക്കിട്ട് ഇത് നിരത്തി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആവിയിൽ വെച്ച് ഏകദേശം ഒരു 7-8 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം.
അരിപ്പൊടി ചൂടാവുന്ന സമയം വേറെ ബർണറിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുക. ഞാനെടുത്തത് ഏകദേശം ഒരു 200 ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തീ കത്തിച്ച് ഉരുക്കിയെടുക്കുക. ശർക്കര ഉരുകി തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അധികം തിളപ്പിച്ച് കുറച്ച് കട്ടിയുള്ള ശർക്കര പാനിയാക്കി എടുക്കുക. ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. 7-8 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അരിപ്പൊടി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് അരിപ്പൊടി പുറത്തേക്ക് എടുക്കാം. അരിപ്പൊടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി ഒന്ന് വളർത്തി കൊടുക്കുക. ഈ പാകത്തിന് കട്ടയിൽ ഉടച്ചെടുക്കുക. ഈ അരിപ്പൊടിയിൽ ശർക്കരപ്പാനി മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി വേറെ ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒരു അരിപ്പയിലൂടെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ശർക്കരപ്പാനി ചേർക്കുക. നല്ല സ്വീറ്റ് അരിപ്പുട്ട് റെഡിയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് ഫ്രൈ ചെയ്യാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യാം. തേങ്ങയുടെ കളറ് മാറാൻ തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇത് ഈ സ്വീറ്റ് പുട്ടിലേക്ക് ചേർക്കാം. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. വേറൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നവരാത്രി സ്പെഷ്യൽ സ്വീറ്റ് പുട്ട് റെഡിയാണ്. ഇനി എല്ലാം ഒരു പ്ലേറ്റ് സെർവ് ചെയ്യാം. വെൺപൊങ്കൽ, സ്വീറ്റ് പുട്ട്, ചനാസുണ്ടൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.